ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലത്തെ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് തന്നെ പഠിച്ചാൽ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം അറ്റൻഡ് ചെയ്ത് A+ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചാനൽ ഒന്ന് ചെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലെയുള്ള ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കെമിസ്ട്രീൻ്റെ ഈ ഒരു ഫസ്റ്റത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. എന്തായാലും അത് വരുന്നതായിരിക്കും 1 വേർഡ്. അപ്പോൾ തന്നെ മൊളാലിറ്റീൻ്റെയും ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ആ ഒരു ഇതൊക്കെ ഇക്വേഷനൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കാൻ മറന്നു പോകാതെ. അപ്പോൾ തന്നെ എംപിറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസും പിന്നെ വരുന്നത് മാസ് പെർസെൻറ്റേജിൻ്റെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഓരോൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. മറ്റേ മോളിക്കുലർ ഫോർമുല എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കാം. പിന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റ് അതിൻ്റെ ഡെഫിനിഷനും ചോദിക്കും. അപ്പോൾ തന്നെ ലിമിറ്റിംഗ് റീസൺസിൻ്റെ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലം വരും. അപ്പോൾ അത്ര പഠിച്ചാൽ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുള്ള് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ചെന്ന് നോക്കുക. അപ്പോൾ താങ്ക് യു.